എൻ്റെ ഫുഡ് റുട്ടീൻ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഒരു എന്താ പറയുക 1 or 2 hours ഇടാൻ എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക, അതാണ് നല്ലത്. എന്തിനാ വെറുതെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത്? അപ്പോൾ എൻ്റെ ഫുഡ് റുട്ടീനിൽ ഞാൻ കഴിക്കാറുള്ള വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്. ഉച്ചയ്ക്ക് മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഓഫീസിൽ പോയിട്ട് വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു 8 മണിക്ക് മുന്നേ ആയിട്ട് മിക്കവാറും വരുന്ന എന്താണ് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ ബ്രൊക്കോളി, പിന്നെ ടൊമാറ്റോ, ഇത്രയും ജസ്റ്റ് കുറച്ച് ഗീയിലിട്ട് ഫ്രൈ ചെയ്ത് അതിൽ കുറച്ച് പെപ്പറും അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് ഇത് കഴിക്കാറുണ്ട്. ചപ്പാത്തിയുടെ ഒരു ഇപ്പം നിങ്ങൾക്ക് ചോറ് കഴിക്കുന്ന അതിൻ്റെ കൂടെയും കഴിക്കാം, ഉച്ചയ്ക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇത് ഞാൻ കഴിക്കാറുള്ളതാണ്, എൻ്റെ റുട്ടീനാണ് പറയുന്നത്. ഫ്രൂട്ട്സിൽ ഞാൻ മെയിനായിട്ട് കഴിക്കാനുള്ള പേരയ്ക്ക കഴിക്കും. പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പേരയ്ക്ക ഞാൻ കഴിക്കും. അതുപോലെ തന്നെ പപ്പായ എന്ന് പറയുന്നത് സ്കിൻ ഗ്ലോയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസും ന്യൂട്രിയൻസും ചേർന്നതാണ്. പെട്ടെന്ന് ദഹിക്കും, ഡൈജഷന് ഏറ്റവും നല്ലതല്ലേ. കേട്ടിട്ടുള്ള അറിവുകളാണ്. പിന്നെ എൻ്റെ റുട്ടീനും കൂടിയാണ് പറയുന്നത്. ഒരു പപ്പായ മിക്കവാറും ഞാൻ ഹാഫ് കഴിക്കാറുണ്ട്. സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാനേ എന്നാൽ സമയം പോകുന്നതനുസരിച്ച് പതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിക്കാറുണ്ട്. അത് നിങ്ങളുടെ സ്കിന്നാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ പപ്പായ കഴിക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിച്ചിട്ടൊക്കെ വേണം കഴിക്കാൻ. അല്ലാത്ത ടൈമിലാണ് നമ്മുടെ സ്കിന്നിനായാലും വെയിറ്റ് കുറയ്ക്കാൻ ഡയറ്റ് നോക്കുന്നവർക്ക് പപ്പായ പ്രശ്നമില്ല. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഡെയിലി വരുന്നതിൽ ഞാൻ പേരയ്ക്ക ഉൾപ്പെടുത്താറുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഈ ഒരു റുട്ടീൻ. പപ്പായയും പേരയ്ക്കയും ബാക്കി വരുന്ന നമ്മുടെ വെജിറ്റബിൾസ് നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെൽത്തിനായാലും നല്ലതാണ്.